ഉടനെ ഞാൻ ഓട്ടോറിക്ഷയിൽ അവളെയും കൂട്ടി പോയപ്പോൾ മുകൾ ഭാഗവും ഫ്ലക്സ്, താഴെ ഭാഗവും ഫ്ലക്സ്, സൈഡും ഒക്കെ മറച്ചുകൊണ്ടുള്ള ഒരു കുഞ്ഞു കുരില് 6 മാസം കൊണ്ട് അത്ഭുതകരമായിട്ട് ഞാൻ താമസിക്കുന്നവരോട് വെച്ചു കൊടുക്കാൻ ആ കുട്ടിക്ക് സാധിച്ചു എന്നുള്ളതാണ്. സത്യത്തില് ഞാൻ ഒരു വീട് ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ടില്ല, മറിച്ച് നല്ല മനസ്സുള്ള കുറെ വ്യക്തിത്വങ്ങൾ എന്റെ വാക്ക് കേട്ട് സഹായിച്ചതുകൊണ്ടും സത്യത്തിൽ നല്ലൊരു മനസ്സുണ്ടെങ്കിൽ കുറേ കാര്യം നമ്മൾ ചെയ്യാൻ കഴിയും. കണ്ണല്ല വിഷയം, നല്ല മനസ്സാണ് വിഷയം. വീട്ടിൽ വന്ന് മുസ്തഫ കണ്ട് പറയുന്ന കാര്യങ്ങൾ അത് നമുക്ക് ചെയ്തേ പറ്റൂ റഷീദ്, അല്ലെങ്കിൽ അത് ചെയ്തേ പറ്റൂ നമ്മൾ ഏറ്റെടുക്കുമ്പോൾ നമ്മളൊക്കെ ശരിക്കും വെറും ഒന്നുമല്ലാന്ന് തോന്നിപ്പോകും. സ്വന്തം വീട്ടിലെ കാര്യത്തിൽ പോലും എത്ര അധികം ചെയ്യാൻ കണ്ടിട്ട് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് ചെയ്യുന്നുണ്ട്. നമസ്കാരം. ഒരു അധ്യാപകന്റെ ജോലി ക്ലാസ് റൂമിന്റെ 4 ചുവരുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. ഇത് തിരിച്ചറിഞ്ഞ ഒരു വ്യക്തിയാണ് കോഴിക്കോട് മീൻചന്ത ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ സാമൂഹ്യശാസ്ത്രം അധ്യാപകൻ മുസ്തഫ മാഷ്. തന്റെ മുന്നിലെത്തുന്ന ഓരോ വിദ്യാർത്ഥിയുടെയും കുറവുകളും ബുദ്ധിമുട്ടുകളും തിരിച്ചറിഞ്ഞ് ആ കുറവുകൾ പരിഹരിക്കുന്നതിന് വേണ്ടി അഹോരാത്രം പരിശ്രമിക്കുന്ന ഒരു മനുഷ്യൻ. അദ്ദേഹത്തിന്റെ നല്ല മനസ്സ് കാരണം 13 കുടുംബങ്ങളാണ് ഇന്ന് അടച്ചുറപ്പുള്ള വീടുകളിൽ അന്തിയുറങ്ങുന്നത്. തന്റെ മുന്നിലെത്തുന്ന ഓരോ വിദ്യാർത്ഥിയുടെയും ജീവിത സാഹചര്യം തിരിച്ചറിഞ്ഞ് വീടില്ലാത്ത തന്റെ മുന്നിലെത്തിയ 13 വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി വീടെന്ന സ്വപ്നം സാക്ഷാത്കരിച്ചു കൊടുക്കുകയാണ് ആ നല്ല അധ്യാപകൻ. ഇന്നലെ കൃത്യമായി പറഞ്ഞാൽ 25-ാം തീയതി ഞായറാഴ്ച അദ്ദേഹം താൻ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി നിർമ്മിക്കുന്ന 13ാമത്തെ വീടിന്റെയും താക്കോൽദാനം നിർവഹിച്ചു. ബഹുമാനപ്പെട്ട മന്ത്രി മുഹമ്മദ് റിയാസാണ് ആ താക്കോൽദാന കർമ്മം നിർവഹിച്ചത്. നമുക്ക് എന്തൊക്കെയായാലും ഇന്ന് മുസ്തഫ മാഷിനെ ഒന്ന് പരിചയപ്പെടാം. അകക്കണ്ണിന്റെ വെളിച്ചത്തിൽ നന്മയുടെ പ്രഭ ചൊരിയുന്ന ആ നല്ല മനുഷ്യനെ നമുക്കൊന്ന് പരിചയപ്പെടാം. മുസ്തഫ മാഷെ, ഇപ്പം സാധാരണഗതിയിൽ നമ്മൾ പൊതുവെ ഒരു കുഴപ്പവും ഇല്ല എന്ന് വിശ്വസിക്കുന്നവർ പോലും എന്നെ പോലെയൊക്കെയുള്ള ആളുകൾ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോന്ന് നമുക്ക് അറിയില്ല, എന്നാൽ പോലും നമ്മുടെയൊക്കെ വിശ്വാസം അങ്ങനെയാണ്. നമ്മളൊന്നും യാതൊരു പരിമിതി ഇല്ലാത്ത ആളുകളാണെന്നുള്ള വിശ്വാസത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. അപ്പൊ നമ്മളെ പോലെയുള്ള ആളുകൾ പോലും ചെയ്യാൻ മടിക്കുന്ന അല്ലെങ്കിൽ ചെയ്യാൻ സാധിക്കില്ല എന്ന് കരുതുന്ന കാര്യങ്ങളാണ് മാഷ് ചെയ്യുന്നത്. അത് ഇത്രയധികം പരിമിതികളുടെ ഉള്ളിൽ നിന്നുകൊണ്ട് ഇപ്പം മാഷ് കഴിഞ്ഞ ദിവസം 13ാമത്തെ വീടാണ് ഒരു കുട്ടിക്ക് ഉണ്ടാക്കി കൊടുത്ത, നിർഭരനായ ഒരു കുടുംബത്തിന് ഉണ്ടാക്കി കൊടുത്തത്. എങ്ങനെയാണ് ഈ ഒരു ആലോചനയിലേക്ക് വരുന്നത്? ഞാൻ മീൻചന്ത ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ കാഴ്ചകളുള്ള കുട്ടികളെയാണ് പഠിപ്പിക്കുന്നത്. മിക്ക മക്കളും വളരെ സാധാരണക്കാരായ കുടുംബങ്ങളിൽ നിന്നാണ് വരുന്നത്. അപ്പൊ എന്റെ ജീവിത സാഹചര്യം എന്ന് പറയുന്നത്, ഞാൻ ജനിക്കുന്നതിന്റെ തൊട്ട് മുമ്പ് തന്നെ എന്റെ പിതാവ് പറക്കോട്ട് അഹമ്മദ് കോയ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അതുപോലെ തന്നെ 14-ാം വയസ്സിൽ ഗ്ലോക്കോമ വന്നിട്ട് കാഴ്ചയും നഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്റെ ഉമ്മ വളരെ ത്യാഗം സഹിച്ചിട്ടാണ് എന്നെയും കാഴ്ചയില്ലാത്ത എന്റെ സഹോദരി റസിയാവിയെയും പഠിപ്പിച്ച് ഈ നിലയിൽ എത്തിച്ചത്. അപ്പൊ ആ കല്ലും മുള്ളും നിറഞ്ഞ ജീവിത സാഹചര്യമാണ് എന്റെ മുമ്പിൽ എത്തിപ്പെടുന്ന എന്റെ മക്കളെ, വിദ്യാർത്ഥികളായ എന്റെ മക്കളെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും മനസ്സിലാക്കാൻ എനിക്ക് പ്രചോദനവും പ്രോത്സാഹനവുമായത്. തീർച്ചയായിട്ടും എന്റെ മുമ്പിൽ എത്തിപ്പെടുന്ന, എന്റെ ക്ലാസ്സിൽ എത്തിപ്പെടുന്ന മുഴുവൻ മക്കളുടെയും ബയോഡാറ്റ മനസ്സിലാക്കിയിട്ടാണ് ഞാൻ എന്റെ ക്ലാസ്സിൽ ഞാൻ പഠിപ്പിക്കാറുള്ളത്. സാമൂഹ്യശാസ്ത്രം എന്ന് പറഞ്ഞ വിഷയമാണ് സാറിപ്പ് എടുക്കുന്നത് അല്ലേ? അതെ. സാമൂഹ്യശാസ്ത്രം എന്ന് പറഞ്ഞ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം നമ്മള് പലപ്പോഴും പല കുട്ടികൾക്ക് അതൊരു, അങ്ങനെ പറയില്ല, പല കുട്ടികൾക്ക് അതൊരു ഉറക്കം കൂടുകയാണ്. പലരും കുട്ടികൾ, ഇപ്പൊ ഞാനും ചെറിയ രീതിയിലേക്ക് കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട് ചില ട്യൂഷൻ സെന്ററുകളൊക്കെ. അപ്പൊ കുട്ടികളൊക്കെ പറയുന്നത് അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു വിഷയമാണ്. അപ്പം സാറിന്റെ ക്ലാസ്സിൽ കുട്ടികൾ എങ്ങനെയാണ് പറയുന്നത്? നമ്മൾ വൈഡ് ആയിട്ടുള്ള സബ്ജക്റ്റാണ് ഈ സോഷ്യൽ എടുത്തെങ്കിലും എന്റെ ക്ലാസ്സില് മറ്റേത് ക്ലാസ്സിലെ അധ്യാപകരുടെ ക്ലാസ്സില് കളിക്കുന്ന കുട്ടി എന്റെ ക്ലാസ്സിൽ എന്തോ അവരാ ഒരു മനോഭാവം വളരെ നമുക്ക് പോസിറ്റീവായിട്ടുള്ള മനോഭാവമാണ്. നന്നായിട്ട് അച്ചടക്കത്തോടെ ഇരുന്ന് ക്ലാസ് കേൾക്കാനോ ആവാനൊക്കെ സാധിക്കും. മാത്രമല്ല 8, 9, 10 ക്ലാസ്സുകളിലെ ടെക്സ്റ്റ് ബുക്കുകൾ ബ്രെയിൽ ലിപിയിൽ അച്ചടിച്ചത് കിട്ടാനുണ്ട്. മാത്രമല്ല ICT സാധ്യത പോലും നമുക്ക് ക്ലാസ്സുകൾ ഉപയോഗിക്കാൻ, ഇപ്പോൾ സോഷ്യൽ സയൻസ് പഠിപ്പിക്കുമ്പോൾ പ്രൊജക്ടറും മറ്റു കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് പഠിപ്പിക്കാനുള്ള സ്ക്രീൻ റീഡിംഗ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ. മക്കള് വളരെ ആക്റ്റീവാണ്. എൻ്റെ മീൻചന്ത സ്കൂളിലെ മക്കൾ എന്ന് പറയുന്ന ആ ഒരു സ്നേഹമാണ് എൻ്റെ 25 വർഷവും ഒരു സ്കൂൾ തന്നെ എനിക്ക് പഠിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയതിന്റെ പിന്നിലെ രഹസ്യം എന്ന് പറയുന്നത് നമ്മുടെ മക്കളുടെ ആ സ്നേഹവും എൻ്റെ സഹപ്രവർത്തകരുടെ പിന്തുണയുമാണ്. ഇപ്പം ഇത് 13ാമത്തെ വീടാണ് മാഷ് നേതൃത്വത്തിൽ ഉണ്ടാക്കി കൊടുക്കുന്നത്.
അപ്പൊ എല്ലായ്പ്പോഴും ഒരു ആദ്യത്തേത് എന്ന് പറഞ്ഞൊന്നുണ്ടാവുമല്ലോ. അതെ അതെ. അപ്പൊ ആദ്യമായിട്ട് ഇത്തരത്തിൽ ഒരു എന്താ പറയുക, വീടുണ്ടാക്കി കൊടുക്കണം എന്നുള്ള ചിന്ത എങ്ങനെയാണ് വരുന്നത്, ആ ആദ്യത്തെ അനുഭവം എന്ന് പറയുന്നത്? എന്റെ ക്ലാസ്സിൽ 9ാം ക്ലാസ് പഠിപ്പിക്കുന്ന അത് ഏത് വർഷം? 2019 2019 എന്റെ ക്ലാസ്സിൽ 39 കുട്ടികളുണ്ട്. 38 മക്കളും ഹോംവർക്ക് ചെയ്തു കൊണ്ടു, ഒരു കുട്ടി മാത്രം ഹോംവർക്ക് ചെയ്തു വന്നിട്ടില്ല. അപ്പൊ ഞാൻ എന്താണ് മോളെ ഈ ഹോംവർക്ക് ചെയ്ത് കൊണ്ടുവരാത്തത് ചോദിച്ചത്. സാർ, ഞാൻ ക്ലാസ്സിൽ മൊത്തത്തിൽ പറയുന്നില്ല, സാറിനോട് എനിക്ക് സ്വകാര്യം പറയാണ്ടെന്ന് പറഞ്ഞ്. അപ്പൊ പുറത്തേക്ക് ക്ലാസ് കഴിഞ്ഞ ശേഷം കൂട്ടി കൊണ്ടുപോയി കാര്യങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞു, സാർ ഇതുവരെ ഞാൻ 8 കൊല്ലമായി സ്കൂളിൽ പഠിക്കുന്നത്, ഇതുവരെ പറയാത്തൊരു കാര്യം സാറിനോട് പറയാണെന്ന് പറഞ്ഞ് അവള് ഒന്ന് വിരുമ്പി. അവൾ പറഞ്ഞിങ്ങനെ, സാർ എൻ്റെ വീട് സാറൊന്ന് വന്ന് തൊട്ട് കാണണം, ഞാനിവിടെ അടുത്താണ് താമസിക്കുന്നത്. ഉടനെ ഞാൻ ഓട്ടോറിക്ഷയിൽ അവളെയും കൂട്ടി എൻ്റെ ഒരു സഹായം കൂട്ടി ഞാൻ പോയപ്പോൾ മുകൾ ഭാഗവും ഫ്ലക്സ്, താഴെ ഭാഗവും ഫ്ലക്സ്, സൈഡും ഒക്കെ മറച്ചുകൊണ്ടുള്ള ഒരു കുഞ്ഞു കുടില്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ആ ഈ 2 മക്കള് 14ഉം 15ഉം വയസ്സായി പെൺമക്കളും അച്ഛനും അമ്മയും അടങ്ങുന്ന കുടുംബം വെറും ഫ്ലക്സ് മേഞ്ഞൊരു കുടില് പാർത്തപ്പോൾ എൻ്റെ മനസ്സ് വല്ലാതെ ഒരുങ്ങി. കാരണം ഞാൻ അങ്ങനത്തെ ഒരു സാഹചര്യം വന്നുകൊണ്ട് ഒരുങ്ങി. 6 മാസം കൊണ്ട് അത്ഭുതകരമായിട്ട് എൻ്റെ സഹപ്രവർത്തകരോടും പൂർവ്വ വിദ്യാർത്ഥികളോടൊക്കെ പറഞ്ഞ് 10 ലക്ഷം രൂപ സ്വരൂപിച്ച് ഞാൻ താമസിക്കുന്നവരോടൊരു വീട് വെച്ചു കൊടുക്കാൻ ആ കുട്ടിക്ക് സാധിച്ചു എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മറക്കാനാവാത്ത, ഞാൻ ഒരു സന്തോഷമായിട്ട് കരുതുന്നു. കാരണം ആ അച്ഛൻ അമ്മ അവർ കൂലിപ്പണിക്കാരാണ്, ജീവിത സാഹചര്യം വളരെ മോശമാണ്. ഈ കുട്ടികൾ എന്ന് പറയുന്നത് നന്നായി പഠിക്കുന്ന മക്കളാണ്. ഇപ്പോൾ അവർ വലിയ നിലയിലെത്തി. ഇപ്പൊ മിൻസിലാണ് ഒരു കുട്ടി വർക്ക് ചെയ്യുന്നത്, മറ്റൊരു കുട്ടി സൂപ്പർ മാർക്കറ്റിലെ കേഷ്യറാണ്. വളരെ അന്തസ്സിൽ അവർ കഴിയുന്നു. എല്ലാ കൊല്ലവും ഓണത്തിനും വിഷുവിനും ഞാൻ അവരെ വീട്ടിൽ പോയിട്ടാണ് പിന്നെ സദ്യ കഴിച്ച് അവരോട് ഒന്നിച്ച് അവരുടെ അച്ഛനായിട്ട്, പിന്നെ അവരുടെ അച്ഛൻ ഇപ്പൊ പെട്ടെന്ന് മരിച്ചുപോയി, അവരുടെ അച്ഛനായിട്ട് ഞാൻ അവരെ വീട്ടിൽ പോവുകയും എൻ്റെ കുടുംബസമേതം പോയിട്ട് അവരെ സന്തോഷം പങ്കെടുക്കുകയും ചെയ്യുന്നത്. ഇപ്പൊ ഇത് 13ാമത്തെ വീടാണ്. മാഷിന്റെ നേതൃത്വത്തിലാണ് ഈ വീടിന്റെ പണി ഇത്രയും പൂർത്തിയാക്കിയത്. ഇത് എങ്ങനെയാണ് ഇതിനുള്ള സഹായങ്ങളും കാര്യങ്ങളും? നല്ലോളത്ത് ഈ വിനീതൻ ഞാൻ നേതൃത്വം നൽകുന്ന ഒരു അലിസാൻ ചാരിറ്റബിൾ സൊസൈറ്റി എന്ന് പറയുന്ന ഒരു പ്രവാസി വിങ്ങിയുണ്ട്. പ്രിയപ്പെട്ട മസറൂർ ഗദ്ദാഫി, അതുപോലെ തന്നെ ഷാക്കിർ, ഉസ്മാൻ ബായ്, അങ്ങനെയുള്ള കുറെ നല്ല മനുഷ്യരുടെ ഒരു പിന്തുണയും സഹായവും ഉണ്ട്. അപ്പൊ അവരാണ് ഇതിന്റെ സാമ്പത്തിക സോഴ്സ് ഒക്കെ. മുസ്തഫ മാഷ് ചെയ്യുന്ന ഈ കാരുണ്യ പ്രവർത്തനത്തിന് ഞങ്ങളുണ്ട് നിങ്ങളെ കൂടെ എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഈ സാമ്പത്തിക സ്രോതസ്സാണ് എന്നെ ഈ നിലയിലേക്ക് ഈ ഒരു വീടിന്റെ പ്രോജക്റ്റ് ചെയ്യാം. സത്യത്തില് ഞാൻ ഒരു വീട് ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ടില്ല, മറിച്ച് ഈ നല്ല മനസ്സുള്ള കുറെ വ്യക്തിത്വങ്ങൾ എന്റെ വാക്ക് കേട്ട് സഹായിച്ചതുകൊണ്ടും, അതുപോലെ എന്റെ സഹപ്രവർത്തകരായ കുറെ അധ്യാപകർ ഈ വിഷയത്തിൽ മാഷ് ചെയ്യുന്ന കാര്യത്തിൽ ഞങ്ങളുണ്ട് കൂടെ എന്ന് പറഞ്ഞ് ചെയ്തുകൊണ്ടും, എന്റെ പൂർവ്വ ശിഷ്യരായിട്ട് കുറെ ആൾക്കാർ ഇപ്പോൾ വലിയ നിലയിലെത്തിയവരുണ്ട്. അതുപോലെ തന്നെ ഓട്ടോ തൊഴിലാളി ഉൾപ്പെടെയുള്ള ആൾക്കാർ എന്റെ കൂടെ സഹായിക്കുന്നവരുണ്ട്. അവരൊക്കെ ആ പിന്തുണയും സഹായമാണ് ഇന്നെ ഈ ഒരു 13 പ്രോജക്റ്റുകളും പൂർത്തീകരിച്ച് ഇനി അടുത്ത മാസം ജൂണിൽ ഞാൻ പിന്നെ മറ്റൊരു സ്കൂളിലേക്ക് ഹെഡ് മാസ്റ്ററായിട്ട് പോവുകയാണ്. അതിന് മുമ്പ് ഈ 13 പ്രോജക്റ്റുകളും പൂർത്തീകരിച്ച് പോകണമെന്ന് ആഗ്രഹിച്ചു. ഈ കുട്ടീന്റെ വീടിന് കുറച്ച് സാമ്പത്തിക ഞെരുക്കുണ്ടായിരുന്നു. അത് അത്ഭുതകരമായിട്ട് ഈ ഒരു പ്രയാസം ദുബായിലുള്ള ഈ 3 സഹോദരങ്ങളോട് പറഞ്ഞപ്പോൾ അത് പ്രശ്നം പരിഹരിച്ച് നമ്മുടെ ആലിസാന്റെ ചാറ്റിന്റെ ഭാരവാഹികളായിട്ടുള്ള റഷീദ്, അതുപോലെ തന്നെ എൻ്റെ മകൻ മുഹമ്മദ് അസലം ഉൾപ്പെടെയുള്ള ആൾക്കാരൊക്കെ ഓടി കാര്യങ്ങളൊക്കെ ചെയ്തതുകൊണ്ട് ഈ വീട് ഇന്നലെ ബഹുമാനപ്പെട്ട മന്ത്രി മുഹമ്മദ് റിയാസ് കൈമാറ്റം ചെയ്യുകയുണ്ടായി. ഇപ്പോഴ് മാഷിന്റെ ഒരു സേവന പ്രവർത്തനങ്ങൾ കേവലം വീട് നിർമ്മിച്ചു കൊടുക്കുന്നതിൽ മാത്രം ഒതുങ്ങുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകൾക്ക് ബ്രെയിൻ ലിപി, അതുപോലെ തന്നെ വടിയുടെ സഹായത്തോട് നടക്കാനൊക്കെയുള്ള സഹായം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഈ അധ്യാപനത്തിന്റെ കൂടെ ഇതിനൊക്കെ എവിടെയാണ് സമയം മാഷി? അത് സത്യത്തിൽ നല്ലൊരു മനസ്സുണ്ടെങ്കിൽ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും. കണ്ണല്ല വിഷയം, നല്ല മനസ്സാണ് ഇതിന്റെ വിഷയം. നല്ല മനസ്സ് അല്ലെങ്കിൽ അതിന് സമയം കണ്ടെത്താനൊരു ആ മനസ്സാണ് നമ്മൾ ചെയ്യേണ്ടത്. കാരണം നമ്മൾ രാവിലെ എണീറ്റ് വൈകിട്ട് നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ഞാൻ എനിക്ക് എന്ത് നേടി എന്നതിന് പകരം നമ്മൾ മറ്റുള്ളവർക്ക് എന്ത് ചെയ്തു എന്ന് നമ്മൾ ചിന്തിക്കുക അനിവാര്യമാണ്. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതാണ് നമുക്ക് ഇല്ലാതെ നമ്മുടെ പൊതുസമൂഹത്തിൽ നമുക്ക് ഇല്ലാതെ പോകുന്ന ഒരു കാര്യമാണ്. എൻ്റെ വിഷയത്തിൽ എന്ന് പറഞ്ഞാൽ ഞാൻ കാഴ്ചയില്ലാത്ത കുറെ ആൾക്കാർ, പെട്ടെന്ന് കാഴ്ച പോയ ആൾക്കാർ, രോഗം കൊണ്ട് കാഴ്ച പോയവര്, അതുപോലെ അപകടത്തിൽപ്പെട്ടൊരു കാഴ്ച പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോയത്, ഇനി ജീവിതം ഇല്ല എന്ന് കരുതുന്ന ആൾക്കാരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവർ സ്വന്തമായി നടക്കാൻ ഇങ്ങനത്തെ കെയിൻ ഉപയോഗിച്ച് സ്വന്തമായി നടക്കാൻ വേണ്ടിയുള്ള പരിശീലനവും
അതുപോലെ തന്നെ സാറ് പറഞ്ഞതുപോലെ ഈ മൊബിലിറ്റി ബ്രെയിൽ ലിപി എല്ലാവർക്കും പഠിക്കാൻ അവസരം കിട്ടിയിട്ടില്ല കാഴ്ചയില്ലാത്തവരിൽ. അപ്പൊ അവർക്കൊക്കെ വീട്ടിൽ പോയിട്ട് നമ്മൾ ബ്രെയിൽ ലിപി പഠിപ്പിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയും അവർക്ക് ധാർമ്മികമായും അല്ലാതെയും കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയൊക്കെ ഒരു സംഘടന എന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അസ്തബാ സൊസൈറ്റി ഫോർ ദി ബ്ലൈൻഡ് എന്ന് പറയുന്ന കണ്ണ് കാണാത്തവരുടേതായിട്ടുള്ള സംഘടനയാണ്. അതിന്റെ നേതാക്കളൊക്കെ കണ്ണ് കാണാത്ത ആൾക്കാരാണ്. എന്റെ ജനറൽ സെക്രട്ടറി, സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി ഞാനാണ്. അപ്പൊ ആ സംഘടനയുടെ നേതൃത്വത്തിലാണ് വീട്ടിൽ പോയിട്ട് കാഴ്ചയില്ലാത്ത ഏതെങ്കിലും വ്യക്തി വീട്ടിൽ കഴിയുന്നുണ്ടോ, അവർക്ക് ബ്രെയിൽ ലിപിയിൽ പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അവർ വീട്ടിൽ പോയിട്ട് ഞങ്ങളെ ട്യൂട്ടർമാര് അവിടെ പോയിട്ട് പഠിപ്പിച്ചു കൊടുക്കും. മാത്രമല്ല പിന്നെ തൊഴിലില്ലാത്ത, ഇപ്പൊ എനിക്കൊക്കെ ഗവൺമെന്റ് ജോലി എത്തിയെങ്കിലും മിക്ക കണ്ണ് കാണാത്ത ആളുകൾക്ക് ജോലിയില്ല. അപ്പോൾ അവർക്ക് പെട്ടിക്കട, അതുപോലെ തന്നെ കുട നിർമ്മാണ യൂണിറ്റ്, അതുപോലെ തന്നെ മറ്റു സംവിധാനങ്ങൾ, അവർക്ക് ഉപജീവനത്തിന് എന്താണോ അവർക്ക് വേണ്ടത് അതിനുള്ള സാമ്പത്തികം നമ്മളെ കെയർ ഓഫിൽ ആരോടെങ്കിലും പറഞ്ഞിട്ട് അവൈലബിൾ ആക്കി കൊടുക്കുന്ന പ്രോജക്റ്റുകളും ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. മാഷിന്റെ അത്ര പോലും പരിമിതി ഇല്ലെങ്കിൽ പോലും ചെറിയ കുറവുകൾ ഉണ്ടെങ്കിൽ പോലും അയ്യോ എന്നെ കൊണ്ടൊന്നും സാധിക്കില്ല എന്ന് പറഞ്ഞ് ദൈവത്തെ പഴിച്ചു കഴിഞ്ഞ ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ മാഷ് സംസ്ഥാന സർക്കാരിന്റെ മികച്ച അധ്യാപകനുള്ള പുരസ്കാരം വരെ നേടിയൊരു വ്യക്തിയാണ് അല്ലെ? അപ്പം അത്തരത്തിൽ ഈ വിധിയെ പഴിച്ച് ജീവിതം മുന്നോട്ട് നയിക്കുന്നവരോട് മാഷിന് എന്താണ് പറയുന്നത്? ഒഴുക്കിനെതിരെ നീന്തുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒഴുക്ക് ചിലപ്പോൾ നമുക്ക് അനുകൂലമാവില്ല. കാരണം ചിലപ്പോൾ കണ്ണ് കാണാതായിരിക്കും, ചിലപ്പം പിതാവ് മരണപ്പെട്ടു പോയിരിക്കും, വീടുണ്ടാവില്ല, കുറേ പ്രശ്നങ്ങളില്ലാത്തവർ നമ്മുടെ സമൂഹത്തിൽ ഇല്ല. അപ്പൊ ആ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ട് സാറ് പറഞ്ഞതുപോലെ ജീവിതം പഴിച്ചു നീക്കുന്നവർ ഒഴുക്കിനെതിരെ നമ്മൾ നീന്തുക. അപ്പൊ നമുക്ക് വലിയ വിജയങ്ങളിലേക്ക് എത്താൻ സാധിക്കുമെന്നാണ് എൻ്റെ അനുഭവത്തിൽ മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചത്. കാരണം എൻ്റെ ജീവിത സാഹചര്യം അതായിരുന്നു. കാരണം ഞാൻ പല വീടുകളിലും പിതാവ് മരണപ്പെട്ട ആ സാഹചര്യത്തിൽ കുടുംബ സാഹചര്യത്തിൽ വളരെ പ്രയാസം നിറഞ്ഞൊരു ജീവിതമായതുകൊണ്ട് തന്നെ പല വീടുകളും പോയി ഭക്ഷണം കഴിച്ചിട്ടാണ് എൻ്റെ വളർച്ച. അതുപോലെ പലരും വസ്ത്രം തന്നിട്ടുള്ളതാണ് എൻ്റെ ജീവിതമാർഗം. ഇന്ന് ഞാൻ നമ്മുടെ അടുത്ത മാസം ഞാൻ ഹെഡ് മാസ്റ്റർ ആവുന്നതോടുകൂടി ഞാനൊരു ഗസറ്റഡ് റാങ്കിലേക്ക് വരെ ഒട്ടും കാഴ്ചയില്ലാത്ത എന്നെ എത്തിക്കാൻ പ്രചോദനമായത് നമ്മൾ ആ ഒഴുക്കിനെതിരെ നീന്തുക എന്നുള്ള ആ ഒരു പോളിസി സ്വീകരിച്ചതുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കണ്ണ് കാണാത്ത ആൾക്കാരാവട്ടെ, മറ്റ് ഭിന്നശേഷിക്കാരായ ആൾക്കാരോട്ട് അവരോട് പറയാനുള്ളതും പൊതുസമൂഹത്തോടും പറയാനുള്ളത്, നമ്മൾ ഇവരൊന്നിനും കൊള്ളൂല എന്ന് വിചാരിച്ചുകൊണ്ട് അവരെന്ത് ചെയ്യരുത്, മാറ്റി നിർത്തരുത്. ഒരു വീട്ടിലൊരു കാഴ്ചയില്ലാത്ത കുട്ടി ഉണ്ടെങ്കിൽ, മറ്റു ഭിന്നശേഷിക്കാരെ കുട്ടി ഉണ്ടെങ്കിൽ അവനൊന്ന് പുറന്തട്ടിയാൽ എടാ നിനക്കും എല്ലാം കഴിയടാ എന്ന് പറഞ്ഞ് അവനൊന്ന് മോട്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സമൂഹത്തിൽ ധാരാളം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഇന്ന് നമ്മൾ പല കുടുംബത്തിലും ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറയുന്നത് അവരെ കുടുംബത്തില് പൊതു ഫംഗ്ഷൻ പങ്കെടുപ്പിക്കാനോ അവരെ മറ്റുള്ള കാര്യങ്ങളിലേക്ക് നീക്കാനൊക്കെ മടി കാണിക്കുന്ന കുടുംബങ്ങൾ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നുള്ളതാണ് ദുഃഖസത്യം. ഇപ്പൊ മുസ്തഫ മാഷിന്റെ ഈ ഒരു ഉദ്യമത്തിന് അദ്ദേഹത്തിന്റെ കൂടെ തന്നെ നിൽക്കുന്ന ആളുകളാണ് നിങ്ങളൊക്കെ. നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഒരു സംരംഭത്തിലേക്ക് നിങ്ങൾ എത്തുന്നത്? മുസ്തഫ മാഷ് ചെയ്യുന്ന മുസ്തഫ മാഷ് വീടിന്റെ ഒരു അല്പം മാറിയിട്ടാണ് എൻ്റെ വീട്. മുസ്തഫ മാഷ് ചെയ്യുന്ന പ്രവർത്തനങ്ങളും മുസ്തഫ മാഷ് പറയുന്ന കാര്യങ്ങളൊക്കെ ഹൃദയത്തിൽ തട്ടുന്ന ഓരോ കാര്യങ്ങളാണ്. അത് നമുക്ക് ഏറ്റെടുത്ത് ചെയ്യാൻ ഒരു പ്രത്യേക ഊർജം തന്നെ ഉണ്ട്. അത് മുസ്തഫ മാഷ് നമ്മളെ ഏൽപ്പിക്കുന്ന ഒരു കാര്യം, മൂപ്പര് ചെയ്യുന്ന കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് കണ്ണ് കാണാത്ത നമ്മളൊക്കെ എന്താണെന്ന് നമുക്ക് തോന്നിപ്പോകും. കാരണം മൂപ്പര് ചെയ്യുന്ന കാര്യങ്ങൾ അത്രയും അശരണരായ ആളുകളെ തെരഞ്ഞു പിടിച്ച് അല്ലെങ്കിൽ അവർ വീട്ടിൽ വന്ന് മുസ്തഫ മാഷെ കണ്ട് പറയുന്ന കാര്യങ്ങൾ അത് നമുക്ക് ചെയ്തേ പറ്റൂ റഷീദ്, അല്ലെങ്കിൽ അത് ചെയ്തേ പറ്റൂ നമ്മൾ ഏറ്റെടുക്കുമ്പോൾ നമ്മളൊക്കെ ശരിക്കും വെറും ഒന്നുമല്ലാന്ന് തോന്നിപ്പോകും. കാരണം ഈ മുസ്തഫ മാഷ് പറയുന്ന കാര്യങ്ങൾക്ക് പ്രവാസികളായ മസ്റൂർ ഗദ്ദാഫി, ഷാക്കിർ, അതേപോലെ ഇസാഖ് ബാബു എന്ന് പറയുന്ന കുറച്ച് പ്രവാസികളായിട്ടുള്ള കരുത്തരായ ആളുകളുണ്ട്. അവരെ ആ ഒരു സഹായമാണ് നമുക്ക് ഈ ഒരു നമ്മളിവിടെ ഓടി നടന്ന് അവർ ചെയ്യുന്ന മാഷ് പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ മാത്രമേ നമുക്കൊണ്ട് പറ്റുന്നുള്ളൂ. അതേപോലെ കുടുംബം മാഷക്ക് 3 ആൺകുട്ടികളും വൈഫും അടങ്ങുന്ന ഈ കുടുംബത്തിൽ അവര് പൂർണ്ണ സപ്പോർട്ടാണ്. മാഷ് എന്ത് കാര്യങ്ങൾ ചെയ്യുന്ന ഏത് സമയത്ത് ഇറങ്ങിപ്പോവാൻ അവരെ മക്കൾ മാഷ കൂടെ ഉണ്ടാവും. ഒരു ലാഭഛേദവും ഇല്ലാത്ത ഈ പാവങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ഈ കാര്യങ്ങൾക്ക് കുടുംബം പൂർണ്ണമായും ഇതിന് സപ്പോർട്ടാണ്. അതാണ് ഇത്രയും ഈ വിജയത്തിൽ ഈ കാര്യങ്ങൾ മാഷ് ചെയ്യുന്ന കാര്യങ്ങൾ എത്താൻ സാധിച്ചത്. ഇപ്പൊ മാഷിന്റെ മകനും നമ്മളോടൊപ്പം അസ്ലം അല്ലേ? അസ്ലം ഞാൻ അധ്യാപകനാണ്. ഇപ്പൊ ഇങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി സഹായം ചെയ്യുന്നു. അപ്പൊ വീട്ടിലൊക്കെ എങ്ങനെയാണ്? സപ്പോർട്ടീവാണ്? വീട്ടിൽ ഭയങ്കര സപ്പോർട്ടീവാണ്. പിന്നെ ഞാൻ ഒരു ദിവസം കണ്ടൊരു കാര്യം പറയാം. ഞാനൊരു ലീവ് കഴിഞ്ഞ് സ്കൂളിൽ വർക്ക് ചെയ്തിട്ട് ലീവ് കഴിഞ്ഞ് നാട്ടിൽ വന്ന സമയത്ത് രാത്രി ഞാൻ താഴത്തിറങ്ങി നോക്കുമ്പോൾ ഇപ്പൊ ഉറങ്ങുന്നില്ല. ഞാൻ ചോദിച്ചപ്പോ എന്തോ ഉറങ്ങാത്ത ചോദിച്ചപ്പോ പറഞ്ഞ് ഈ കുട്ടിയുടെ
കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഉറക്കു നിൽക്കുന്നത്. അപ്പോ സ്വന്തം വീട്ടിലത്തെ കാര്യത്തിന് പോലും ഇപ്പൊ എത്ര അധികം ചെയ്ത് ഞാൻ കണ്ടില്ല. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞതുപോലെ മാഷ് വരുന്ന മാസം ഹെഡ് മാസ്റ്റർ ആയിട്ട് നമ്മൾ ഇപ്പൊ തന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സ്കൂളിന്റെ ഹെഡ് മാസ്റ്റർ ആയിട്ട് മാറ്റം കിട്ടി പോവുകയാണ്. മുസ്തഫ മാഷിന്റെ ജീവിതത്തിൽ എല്ലാവിധ ഭാവുകങ്ങളും ഉണ്ടാവട്ടെ. ഇനിയും ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ആശ്രയമാവാനും താങ്ങാവാനും മാഷിനും മാഷിന്റെ കൂടെ നിൽക്കുന്നവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊള്ളുന്നു. കോഴിക്കോട് നിന്നും നിഖിൽ കക്കാടത്ത് മറുനാടൻ.